സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞു. മെയ് 14 മുതൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിക്കൊണ്ട് സൂര്യ എത്തി. കങ്കുവയ്ക്ക് ശേഷം തമിഴകം കണ്ട ഏറ്റവും വലിയ ആക്ഷൻ ഫാൻറ്റസി വിരുന്നാണ് കറുപ്പ്. വെറും ഒരു കൊമേഴ്ഷ്യൽ പടമല്ല ഇത്, മറിച്ച് RJ ബാലാജി എന്ന പ്രതിഭയുടെ സംവിധാനത്തിൽ സൂര്യ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷം കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കറുപ്പ് എന്ന സിനിമയുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ, ബോക്സ് ഓഫീസ് പ്രവചനങ്ങൾ, പിന്നെ ആരും അധികം ശ്രദ്ധിക്കാത്ത ചില രഹസ്യ എന്നിവയാണ്. ഒരു സിനിമയുടെ വിജയം അതിൻ്റെ പ്രമേയത്തിലാണ്. കറുപ്പ് ഒരു ആക്ഷൻ ഡ്രാമ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ്. സിനിമ ആരംഭിക്കുന്നത് വളരെ സാധാരണമായ ഒരു കോടതി മുറിയിൽ തർക്കത്തിലൂടെയാണ്. നീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിനു വേണ്ടി പോരാടുന്ന ശരവണൻ എന്ന വക്കീലായാണ് സൂര്യ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ കഥ വികസിക്കുമ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൻ അഥവാ ഒരു ദിവ്യ കാവൽക്കാരൻ്റെ ഉദയമാണ് നമ്മൾ കാണുന്നത്. തിന്മകൾ പെരുകുമ്പോൾ സാധാരണക്കാരെ സംരക്ഷിക്കാൻ അവതരിക്കുന്ന കറുപ്പെന്ന് അമാനുഷിക രൂപം. കോടതിയിലെ യുക്തിയും മലനിരകളിലെ ഫാൻറ്റസിയും തമ്മിലുള്ള ആവേശകരമായ ഒരു സങ്കലനമാണ് ഈ ചിത്രം വാഗ്ദാനം ചെയ്യുന്നത്. സൂര്യ എന്ന നടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കഥാപാത്രങ്ങൾക്ക് വേണ്ടി നടത്തുന്ന മാറ്റങ്ങളാണ്. കറുപ്പിൽ അദ്ദേഹം ഇരട്ട വേഷത്തിലാണ് എത്തുന്നെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. വക്കീൽ ശരവണൻ വെള്ള വസ്ത്രം ധരിച്ച് നിയമത്തിൻ്റെ വഴിയിലൂടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ശാന്തനായ കഥാപാത്രം. കറുപ്പ് കറുത്ത വസ്ത്രം ധരിച്ച് അമാനുഷിക ശക്തികളോടെ ശത്രുക്കളെ വേട്ടയാടുന്ന രൗദ്രരൂപം. സൂര്യയുടെ പഴയ അയൻ, സിംഗം സിനിമകളിലെ ആവേശവും ജെ ഭീം സിനിമയിലെ ഗൗരവവും ഒരുപോലെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം സൂര്യയും തൃഷയും ഒന്നിക്കുന്നു എന്നത് ഈ സിനിമയുടെ ഹൈപ്പ് ഇരട്ടിയാക്കി. പ്രീതി എന്ന ശക്തമായ വക്കീൽ കഥാപാത്രമായാണ് തൃഷ എത്തുന്നത്. സൂര്യയ്ക്കൊപ്പം തോൾ പൊക്കത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണിത്. സംവിധാനത്തിന് പുറമെ ചിത്രത്തിൽ പ്രധാന പ്രതിനായകനായും ബാലാജി എത്തുന്നു. ബേബി കണ്ണൻ എന്ന തന്ത്രശാലിയായ വക്കീലായി അദ്ദേഹം സൂര്യയെ നേരിടുന്നു. മലയാളികളുടെ പ്രിയതാരം ഇന്ദ്രൻസ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സൂര്യ തന്നെ ഇന്ദ്രൻസിനെക്കുറിച്ച് പല വേദികളിലും പുകഴ്ത്തി സംസാരിച്ച് വലിയ വാർത്തയായിരുന്നു. സ്വാസിക, ശിവദ, യോഗി ബാബു, നട്ടി സുബ്രഹ്മണ്യം എന്നിവരും ചിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. യുവ സംഗീത പ്രതിഭ സായി അഭിയങ്കാർ ആണ് ഈ ചിത്രത്തിൽ സംഗീതം നൽകിയിരിക്കുന്നത്. ഗോഡ് മോഡ്, കറുപ്പ കൂടെവാ എന്നീ പാട്ടുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നടൻ സിലംബരശൻ ഈ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്നത് വലിയൊരു ആവേശമാണ്. സന്തോഷ് നാരായണൻ സ്റ്റൈലിലുള്ള എക്സ്പെരിമെൻ്റൽ സംഗീതമാണ് സായി ഇതിൽ പരീക്ഷിച്ചിരിക്കുന്നത്. സിനിമയുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് മ്യൂസിക് അവകാശങ്ങൾ വഴി ഏകദേശം 110 കോടി രൂപ ഇതിനോടകം തന്നെ നിർമ്മാതാക്കൾ സ്വന്തമാക്കി കഴിഞ്ഞു. ബുക്കിംഗ് ആരംഭിച്ച 20 മിനിറ്റുകൾക്കുള്ളിൽ 10 ലക്ഷത്തിലധികം രൂപയുടെ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ആദ്യ ദിനം 25 കോടിയിലധികം കളക്ഷൻ ലഭിച്ചു. കേരളത്തിൽ 300-ലധികം ഷോകൾക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ദ്രൻസ് അടക്കമുള്ള മലയാളി താരങ്ങളുടെ സാന്നിധ്യം ഇവിടെയും വലിയ മൈലേജ് നൽകുന്നു. സിനിമയുടെ വിഷ്വൽ നോക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര ഗ്രാമീണ ഭംഗി, ഫാൻറ്റസി രംഗങ്ങൾ മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. അൻപരവ്, വിക്രം മോർ എന്നിവരുടെ ആക്ഷൻ കൊറിയോഗ്രാഫി സിനിമകളുടെ തകർപ്പൻ ആക്ഷൻ സീക്വൻസുകൾ ജീവൻ നൽകുന്നു. 1980കളിലെ അന്തരീക്ഷവും ആധുനിക കോടതി മുറിയും തമ്മിലുള്ള വ്യത്യാസം ആർട്ട് ഡയറക്ടർ അരുൺ വെഞ്ഞാറമൂട് ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. സിനിമ റിലീസ് പലതവണ മാറ്റിവെച്ചിരുന്നു. ഇലക്ഷൻ തിരക്കുകളും മറ്റും കാരണം ശ്രദ്ധ മാറ്റരുത് എന്നതുകൊണ്ടാണ് മെയ് 14 എന്ന തീയതി തിരഞ്ഞെടുത്തതെന്ന് RJ ബാലാജി വ്യക്തമാക്കി. കറുപ്പൻ കൂടെ ഇരിക്കാൻ എന്ന അദ്ദേഹത്തിൻ്റെ വൈകാരികമായ വാക്കുകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഒരു സൂര്യ ആരാധകനാണെങ്കിൽ ഇതൊരു ആഘോഷമായിരിക്കും. നിയമവും നീതിയും ഫാൻറ്റസിയും ചേർത്ത് വെച്ച് ഒരു പക്കാർ സമ്മർ എൻ്റർടൈനറാണ് കറുപ്പ്. കുടുംബത്തോടൊപ്പം ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ ചിത്രം എന്നാണ് സംവിധായകൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ കറുപ്പ് തമിഴ് സിനിമയിലെ പുതിയൊരു ചരിത്രമാകാൻ തയ്യാറെടുക്കുകയാണ്. സൂര്യയുടെ മാസ് ലുക്കും RJ ബാലാജിയുടെ ക്രാഫ്റ്റും ചേരുമ്പോൾ ബോക്സ് ഓഫീസിൽ പടക്കം പൊട്ടും എന്നുറപ്പാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? സൂര്യയുടെ ഏത് ലുക്കാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്?
വക്കീൽ ശരവണാണോ അതോ അമാനുഷികനായ കറുപ്പോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.